ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മിച്ചം വന്ന തുണിയിൽ നിന്ന് നമുക്ക് കുട്ടികൾക്കൊരു ട്രൗസർ തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ഇത്രയും ഒരു പീസ് ബാലൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളിത് കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ബാലൻസ് വരുന്ന പീസ് വെച്ച് നമുക്ക് വീട്ടിലിടാൻ കുട്ടികൾക്ക് ട്രൗസറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ വീതിയും നീളമൊക്കെ ഇനി ഞാനൊന്ന് പറയാം. ഇതിപ്പോൾ രണ്ടായിട്ടിങ്ങനെ മടക്കിയിട്ടേക്കുവാണ്. ഇതിൻ്റെ മടക്കിയിട്ടേക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് 18 ഇഞ്ചാണ്. അങ്ങനെ ടോട്ടൽ ലെങ്ത് 36 ഇഞ്ച് വരുന്നുണ്ട്. ഞാനിത് രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇവിടെ മടക്കുവശമാണ്. ഇതിൻ്റെ വീതി വരുന്നത് 20 ഇഞ്ചാണ് വീതി വരുന്നത്. ഇത് തന്നെ നമുക്ക് അധികമാണ്. ഞാനിവിടെ 6 to 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലുള്ള ഷോർട്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തുണി ഇങ്ങനെ നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ടെടുക്കാം. ഇപ്പോൾ മടക്കുവശമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഓപ്പൺ സൈഡാണ്. ഓപ്പൺ സൈഡ് നോക്കുമ്പോൾ 4 പീസ് വരും. 2, 3, 4. ഇനി ഞാൻ ഇതിൻ്റെ ചീത്ത വശം പുറമേ ആവുന്ന രീതിയിലൊന്ന് മടക്കിയിട്ടെടുക്കട്ടെ. കാരണം നിങ്ങൾക്ക് ഞാൻ അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ പ്രിൻ്റുള്ള വശത്ത് ചിലപ്പോൾ മാർക്ക് ചെയ്താൽ കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് ഒന്ന് മടക്കിയിട്ടതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ എൻ്റെ നേർക്ക് മടക്കുവശമാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ എലാസ്റ്റിക് വെക്കുന്നതിനായിട്ട് ഇവിടെയായിട്ട് മുകൾ വശത്തായിട്ട് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിനായിട്ടാണ് ഇവിടെ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നീട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണമെന്നത്, ട്രൗസറിന് ലെങ്ത് വേണമെന്ന് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 13 ഇഞ്ചാണ് ട്രൗസറിന് വേണ്ടുന്ന ലെങ്ത്. അതിൻ്റെ കൂടെ നമ്മൾ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 2 ഇഞ്ചും കൂടെ ചേർത്ത് 15 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 15 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 2 ഇഞ്ച് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ച് ആ 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എനിക്ക് 13 ഇഞ്ചാണ് ലെങ്ത് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം താഴ്വശം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഈ 2 ഇഞ്ച്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 6 to 7 വയസ്സുള്ള കുട്ടിയുടെ അളവിലുള്ള ട്രൗസറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വേസ്റ്റ് റൗണ്ട് തുണി 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ക്രോച്ച് ലെങ്ത് 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് അവിടെയും ഈ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെയും നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് റൗണ്ടിൻ്റെ അതേ വീതി തന്നെ കിട്ടാനായിട്ട് നമ്മൾ 9 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടുത്തെ കറക്റ്റ് വീതി തന്നെ ഇവിടെയും കിട്ടാനായിട്ട് 9 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ഈ 2 പോയിൻറ്റും കൂടെ ചേർത്ത് നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ക്രോച്ച് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്രോച്ചിൻ്റെ അവിടെ ഒരു കർവ് വരച്ച് കൊടുക്കാനായിട്ട് എക്സ്ട്രാ നമ്മൾ ഇങ്ങോട്ട് നീക്കി, കുട്ടികൾക്കായതുകൊണ്ട് നമ്മൾക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എക്സ്ട്രാ നീക്കി പിന്നീട് ഒരു അവിടെ കർവ് ഷേപ്പ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ട്രൗസർ ആയതുകൊണ്ട് വേണമെങ്കിൽ കറക്റ്റ് ഇവിടെ നിന്നും നേരെ ഇങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ച് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 8 ഇഞ്ച് താഴ്വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ക്രോച്ച് കർവ് വരച്ച് അവിടെ നിന്നും ഈ 8 ഇഞ്ചിലേക്ക് നമുക്ക് ചരിച്ചൊരു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിനായിട്ട് വിട്ട അവിടേക്കും ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നമ്മൾ ലെങ്തിൻ്റെ അവിടെ വരെ മാർക്ക് ചെയ്ത് ആ ലൈനും അവിടെയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ബാലൻസ് ഉള്ള പീസ്. പിന്നീട് ഇവിടെ മുകളിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് ജോയിൻറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കാലിലേക്കുള്ള പീസാണിത്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പീസിൻ്റെ നല്ല വശം മുകളിലാവുന്ന രീതിയിൽ നമുക്കിങ്ങനെ നിവർത്തി ഇട്ടൊന്ന് കൊടുക്കണം. അതിനുശേഷം അടുത്ത പീസ് അതിൻ്റെ ഈ നല്ല വശത്തിൻ്റെ നേരെ അടുത്ത നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 2 ക്രോച്ചും കൂടെ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ 1/2 ഇഞ്ച് വീതിയിൽ ക്രോച്ചിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ക്രോച്ചിൻ്റെ ഭാഗം 1/2 ഇഞ്ച് വീതിയിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം തയ്യൽ വിട്ടു പോകും പെട്ടെന്ന് ഈ ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ. അതുകൊണ്ട് നമ്മൾ 2 സ്റ്റിച്ചാണ് 2 സൈഡിലും കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ക്രോച്ചും ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത 2 ക്രോച്ചിൻ്റെ ഭാഗവും നടുക്ക് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാലിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് കാലിൻ്റെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ 2 ഇഞ്ച് വീതിയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം 1 ഇഞ്ച് വീതിയിൽ മടക്കി വീണ്ടും 1 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ മടക്കി കാലിൻ്റെ താഴ്വശം 2 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മളിവിടെ 2 കാലിൻ്റെയും താഴ്വശം 2 ഇഞ്ചാണ് വിട്ടത്. 1 ഇഞ്ച് ആദ്യം മടക്കി പിന്നെ വീണ്ടും 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2ൻ്റെയും താഴ്വശം ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ചേർത്ത് വെച്ച് സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് ക്രോച്ചിൻ്റെ ഭാഗം 2 ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റ് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഒരു സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി വെച്ച് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ച് ഫുൾ റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിൽ നിന്നും
3-4 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ വേസ്റ്റ് റൗണ്ട് 24 അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് 20 ഇഞ്ചിലുള്ള എലാസ്റ്റിക്കാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എലാസ്റ്റിക്കിനെ ഇങ്ങനെ റൗണ്ടിൽ പിടിച്ചതിന് ശേഷം 2 എൻഡ് ഭാഗവും ഇങ്ങനെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ 2 എൻഡ് ഭാഗം കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ ഇതിലേക്ക് കയറ്റി ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം എലാസ്റ്റിക് ഇങ്ങനെ വെച്ച് അതിൻ്റെ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ ഇതിലേക്ക് കയറ്റി ഇങ്ങനെ കൊടുക്കണം. ഈ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിലേക്ക് കയറ്റി കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഈ ക്ലോത്ത് ഇങ്ങനെ വെച്ച് സൈഡിലൂടെ ഈ ക്ലോത്തിൻ്റെ സൈഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇലാസ്റ്റിക്കിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്. നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് കുറച്ചിങ്ങനെ തുമ്പ് ഇലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് കിടക്കണം. എന്നിട്ട് സൈഡിലൂടെ ഇങ്ങനെ മടക്കി വെച്ച് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ വേണം നമ്മളിങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇലാസ്റ്റിക്കിൻ്റെ താഴേക്ക് ഇച്ചിരി തുണി ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം നമ്മൾ മടക്കി വെക്കുമ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് ഇച്ചിരി തുണി വെച്ച് വേണം, ആ തുണിയിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇലാസ്റ്റിക് എല്ലായിടും ഒരുപോലെ ആകാനായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരു ഈ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇങ്ങനെ പിടിച്ച് വലിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫുൾ ട്രൗസറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൽ നമ്മൾ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതാണ് ട്രൗസറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നമുക്ക് ബാലൻസ് വരുന്ന വെട്ട് കഷ്ണം വെച്ച് നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ ഇടാനായിട്ട് വളരെ എളുപ്പത്തിൽ ട്രൗസർ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.